ഗ്രാഫിക്സ് കാർഡ്സിന്റെ റേറ്റ് കുറഞ്ഞു. ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടം എന്താണ്? പൊതുവെ ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ്സ് ഒന്നും ആരും വാങ്ങാറില്ലേ? അതോ ഇനി ആൾക്കാർ പുതിയ ജനറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം? എന്തായാലും ഇപ്പോൾ 3060 വെച്ച് നിങ്ങൾ ഒരു 3 മാസം മുമ്പ് ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ ആ സെയിം ബിൽഡ് നിങ്ങൾക്ക് 3070 Ti വെച്ച് ഇപ്പോൾ ചെയ്യാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ, ഇതെന്തായി പറയുന്നതെന്ന്? കൃത്യമാക്കി വ്യക്തമാക്കി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞാൽ. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശ്നം വാച്ചിങ് GeekBoZ TV. ഗ്രാഫിക്സ് കാർഡ്സിന്റെ റേറ്റ് എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഡിപ്പായത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സ് കാർഡ്സ് ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് വാങ്ങി കൂട്ടിയത് മൈനിങ് ചെയ്യാനാണ്. മൈനേഴ്സാണ്. ഗെയിമേഴ്സിന് കൊടുക്കുന്നതിലുപരി കൂടുതൽ ആൾക്കാർ മൈനിങ്ങിന് വേണ്ടിയാണ് കാർഡുകൾ വാങ്ങിച്ചിരുന്നത്. ഇപ്പോൾ എത്തീറിയം പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എത്തിയപ്പോൾ മൈനിങ് മൊത്തത്തിൽ ഡൗൺ ആയി. ആൾക്കാർ ഇപ്പോൾ മൈൻ ചെയ്യാതെയായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഗ്രാഫിക്സ് കാർഡ് വേണ്ട. കമ്പനികൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗ്രാഫിക്സ് കാർഡ്സ് കൂടുതലും മൈനിങ്ങിന് അവരതിനു വേണ്ടി അല്ല ഡിസൈൻ ചെയ്യുന്നതെങ്കിലും കൂടുതൽ ആൾക്കാരിലോട്ട് എത്താനായിട്ട് കൂടുതൽ പ്രൊഡക്ഷനിലോട്ട് എത്തിയിരുന്നു. കാർഡുകളുടെ എണ്ണം സർപ്ലസ്, അതായത് നമ്മുടെ സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറയുകയും ചെയ്തു. കുറഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഒരു വളരെയധികം ഡിക്ലിനേഷൻ ഉണ്ടാവും. ആൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് എടുത്ത് വെച്ച ആൾക്കാരെല്ലാം പെട്ടു. ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ യൂസ്ഡ് കാർഡ്സ് മാർക്കറ്റിൽ വളരെയധികം എന്താ പറയുക സഫീഷ്യൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3060 വെച്ച് നിങ്ങളൊരു 2021 നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു 45,000-55,000 രൂപയൊക്കെ ആയിരുന്നു എൻ്റെ കാർഡിൻ്റെ റേറ്റ്. എന്നാൽ ഇന്ന് 28,000 തൊട്ട് 30,000-32,000 രൂപ റേഞ്ച് വരെ നിങ്ങൾക്ക് 3060 മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും എല്ലാ ഫേമസ് ബ്രാൻഡ്സിൻ്റെ കാർഡ്സിൻ്റെ റേറ്റും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രാൻഡോ ഒരു മോഡലോ മാത്രമല്ല, അതിലുപരി 3070 Ti ഒരു 5-10 ദിവസം യൂസ് ചെയ്ത കാർഡുകൾ വളരെ നോമിനൽ റേറ്റ് 35,000 തൊട്ട് 37,000 രൂപയ്ക്ക് വരെ കാർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആക്ച്വലി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രൂഫ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ കണ്ടല്ലോ, ഇത്രയും കാർഡുകൾ അത് ആരാ എന്താ എന്നൊന്നും ചോദിക്കരുത്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കാർഡ്സുകൾ വളരെയധികം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയം ആയതുകൊണ്ട് നിങ്ങൾ പുതിയ കാർഡിലോട്ട് വാങ്ങിച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു കാർഡുകൾ ഇവർ പറയുന്നത് പോലെ ചിലപ്പം ഒരു ദിവസം യൂസ് ചെയ്തതാവാം, 5 ദിവസം യൂസ് ചെയ്തതുണ്ടാവാം. പക്ഷെ എന്നാലും ഡൗട്ട് എന്ന് പറയുന്നത് 50-55,000 രൂപ മിനിമം വരെ വരുന്നൊരു കാർഡ് ഇവരെങ്ങനെ 36,000 രൂപ 37,000 രൂപയ്ക്ക് സ്റ്റിൽ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞവർ എങ്ങനെ കൊടുക്കുന്നു എന്നാണ്. ഇത്രയും രൂപയൊക്കെ അവർ എന്തുകൊണ്ട് നഷ്ടം സഹിക്കണം? എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് മേജർ റീസൺ മൈനിങ്ങിൻ്റെ ബാന്. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല. കൂടുതൽ ആൾക്കാരും ഈ കൊറോണ സിറ്റുവേഷൻസിൽ PC ഗെയിമേഴ്സായിട്ട് മാറിയവരുണ്ട്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്. ഈ പലർക്കും വേറൊരു ജോബിലോട്ട് പോവാതെ പലരും വീടുകളിൽ നിന്ന് ഫിനാൻഷ്യലി സെറ്റിൽ ആകാൻ താല്പര്യമുള്ള ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു ഈ ഒരു 2020-യും 2021-ലും. അപ്പോൾ കൂടുതൽ ആൾക്കാർ PC വാങ്ങിച്ച് കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കൂടുതൽ ആൾക്കാർക്ക് PC ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ട്രാവൽ ചെയ്യാൻ തുടങ്ങി, പലർക്കും വിദേശത്ത് ജോബുകളുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകുന്നുണ്ട്, പലരും എന്താ പറയുക ജോബ് ഫ്ലക്ച്വേഷൻസ്, പലരും ജോബിൽ നിന്ന് പിന്മാറി പുതിയ കാര്യങ്ങളിലോട്ട് പോകുന്നു. അപ്പോൾ പലർക്കും ഗെയിം കളിക്കാനുള്ളൊരു താല്പര്യക്കുറവ് ഞാൻ പലരും കാണുന്നുണ്ട്. അതേപോലെ തന്നെ PUBGയുടെയും ഫ്രീ ഫയർ ഗെയിമുകളുടെയും ബാന് വലിയ രീതിയിൽ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റീനെ. പക്ഷേ അത് PC ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടില്ല ഈ ഒരു എഫക്റ്റ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ കൂടുതൽ ആൾക്കാരും PUBGയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PUBG PC-യിലോട്ട് ട്രാൻസിഷൻ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ ഫ്രീ ഫയർ ആണെങ്കിൽ ഇമ്യുലേറ്റർ കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ബാൻ ആയതുകൊണ്ട് അത് ഒരു നല്ല രീതിയിൽ നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റീനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സിനും ഏത് വാങ്ങണം, ഇത് വാങ്ങണോ അത് വാങ്ങണോ, ഈ ബ്രാൻഡാണോ ചേട്ടാ നല്ലത്, ഈ ബ്രാൻഡാണോ നല്ലത്, ഇനി ഇത് റേറ്റ് എന്തുകൊണ്ട് 25,000 രൂപ മറ്റെന്തുകൊണ്ട് 32,000 രൂപ, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇതാണ്. ഗ്രാഫിക്സ് കാർഡ്സിന് പല ബ്രാൻഡുകളുണ്ട്, പല മോഡൽസ് ഉണ്ട്, പല വേരിയൻസ് ഉണ്ട്. ഇത് എല്ലാം നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. ഡുവൽ ഫാൻ ഉണ്ട്, ഡുവൽ ഫാൻ്റെ OC വെർഷൻ ഉണ്ട്, അതിൽ തന്നെ TA വെർഷൻ ഉണ്ട്, അതിൽ തന്നെ RGB ഉള്ളതുകൊണ്ട് RGB ഇല്ലാത്തതുണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ ഒരു 100 കണക്കിന് വേരിയേഷൻസ് ഉള്ള കാർഡ്സുകളും ബ്രാൻഡുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിന് ഉള്ള സാധനം എടുക്കുന്നതിന് പകരം
ഏറ്റവും ബെസ്റ്റ് റിവ്യൂഡ് ആൻഡ് റേറ്റഡ് കാർഡ്സ് എടുക്കുക. എക്സാമ്പിൾ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് അസൂസിൻ്റെ റോക്ക് സീരീസ് കാർഡ്സുകളാണ്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു റോക്ക് ഫാൻ ബോയ് ആണെങ്കിൽ ഇതിന് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ്സ് ആണ് ഇൻ ദ മാർക്കറ്റ്. പിന്നുള്ളത് Inno3D, നല്ലൊരു ബ്രാൻഡാണ്. സർവീസ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ Inno3Dയുടെ ട്വിൻ ഫാൻ എഡിഷനും ട്രിപ്പിൾ ഫാൻ എഡിഷൻസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം. അതിൽ തന്നെ ഐച്ചിൽ സീരീസും ഉണ്ട് കേട്ടോ. പിന്നെ സൊഡാക്കിൻ്റെ കാർഡ്സും നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൊഡാക്കിൻ്റെ ട്വിൻ എഡ്ജ് ഒക്കെയാണ് കൂടുതൽ. ട്രിനിറ്റി, ട്വിൻ എഡ്ജ്, ആംബ് ഹോളോ, എക്സ്ട്രീം എല്ലാം നല്ല കാർഡ്സുകളായിട്ട് നമ്മൾ പൊതുവെ റേറ്റ് ചെയ്യുന്നുണ്ട്. MSIയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ വെൻഡസ് സേവ് ചെയ്ത് നോക്കരുത്. അതിന് പകരം ഗെയിമിംഗ് എക്സ്, ട്രയോ അല്ലെങ്കിൽ സുപ്രീം എക്സ് മോഡൽസ് നോക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ബ്രാൻഡുകൾക്ക് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളത് നോക്കുമ്പോൾ തീരെ കുറഞ്ഞ കാർഡുകൾ എടുക്കാതെ നോക്കുക. 28,000 രൂപയ്ക്ക് സിം കാർഡ് കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ബഡ്ജറ്റ് സേവ് ചെയ്യാൻ നോക്കിയാൽ ഒരു പക്ഷേ നാളെ സർവീസിന് വരുമ്പോൾ ഈ പൈസയുടെ ഇരട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും. നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ വില്ലൻ അല്ലെങ്കിൽ ഹീറോ എന്നൊക്കെ നിങ്ങൾക്ക് വേണേൽ വിശ്വസിക്കാം. രണ്ടിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, RTX 3070 ഫൗണ്ടേഴ്സ് എഡിഷൻ. പണ്ട് ഈ ഫൗണ്ടേഴ്സ് എഡിഷൻ കിട്ടാനായിട്ട് സത്യം പറഞ്ഞ ആൾക്കാർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു കാർഡ് ഉണ്ടാക്കാൻ. പക്ഷേ ഇപ്പോൾ ഇത് സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സ് വഴി നിങ്ങൾക്ക് നിങ്ങളിലോട്ട് PC ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിപ്പം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫൗണ്ടേഴ്സ് എഡിഷൻ്റെ റേറ്റ് 45,000 രൂപ, 46,000 രൂപ അങ്ങനെ റേറ്റിന് 3070 ബ്രാൻഡ് ന്യൂ കാർഡ് നിങ്ങൾക്ക് കിട്ടും. ബോക്സ്ഡ് ആണ് കേട്ടോ, സീൽഡ് ബാക്കാണ്. അത് നിങ്ങൾക്ക് കിട്ടും. ഇനി യൂസ്ഡ് ആയിക്കോട്ടെ 3070 ഞാൻ പറഞ്ഞ പോലെ റേറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പലതിനും മാർക്കറ്റിൽ കുറവുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡുകൾ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയതും ഈ ഒരു മാർക്കറ്റിനെ വലിയ രീതിയിൽ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് എനിക്കറിയാവുന്നതുകൊണ്ട്. കാരണം ഫൗണ്ടേഴ്സ് എഡിഷൻ ചോദിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നോർമലി നിങ്ങൾ മറ്റുള്ള ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 5,000 to 10,000 rupees ഡിഫറൻസ് വരും. ഇതുപോലത്തെ 3070 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഫൗണ്ടേഴ്സ് എഡിഷൻ റേറ്റ് കുറവാണ്. ഇതിൻ്റെ തന്നെ 3080 ഉണ്ട്, 3070 Ti ഉണ്ട്, പല മോഡൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് രാശി പെരിഫറൽസ് RP Tech India എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരാണ് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഈ ഒരു ഫൗണ്ടേഴ്സ് എഡിഷൻ്റെ. നിങ്ങൾക്ക് അവരിലൂടെ ഈ ഒരു കാർഡ് വേണമെങ്കിൽ പർച്ചേസും ചെയ്യാം. നിങ്ങൾക്ക് അതിനൊരു മെയിലൊക്കെ വരും കേട്ടോ, ഒഫീഷ്യൽ മെയിലൊക്കെ വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എനിവേ ഇതും ഒരു കാരണമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ കുറച്ച് കൂടിപ്പോയോ ഇല്ലയോ നേരെയില്ല. എനിവേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമേ ഞാൻ പറയണമായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോഴാണ് ലേറ്റായിട്ട്. നിങ്ങളിപ്പോൾ കുറേ പേരൊന്നും കാണില്ല എന്ന് എനിക്കറിയാം. എന്നിട്ടും കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ സ്പെഷ്യൽ